السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു ദീനി മജ്‌ലിസിലാണ് നാം പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ചും ഈ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. വെള്ളിയാഴ്ച ദിവസം മഗ്‌രിബിനോട് അടുക്കുന്ന സമയത്താണ് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് സംസാരിക്കാൻ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വെള്ളിയാഴ്ച അസ്റിന് ശേഷമുള്ള സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം നൽകുമെന്ന് പഠിപ്പിച്ചിരിക്കുന്ന സമയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സമയമാണ് വെള്ളിയാഴ്ച മഗ്‌രിബിനോട് അടുക്കുന്ന അസ്റിന് ശേഷമുള്ള സമയം. വെള്ളിയാഴ്ച പകലിലും വെള്ളിയാഴ്ച രാത്രിയിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നത് പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുന്നത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ സ്വലാത്ത് ചെല്ലൽ നിർബന്ധമാണ് എന്നാണ് ഉലമാക്കൾ പറയുന്നത്. അതല്ലാതെ സ്വലാത്ത് ചെല്ലുന്നത് സുന്നത്താണ് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലുന്നത് അനിവാര്യമായ കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ ശ്രവിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഈ സമയത്ത് പ്രത്യേകം പ്രതിഫലാർഹമായ കാര്യമാണ്. പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് അടുത്തു വരികയാണ്. ലോക മുസ്ലിമീങ്ങൾ റമദാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. റമദാനിലെ നോമ്പ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അർക്കാനുൽ ഇസ്ലാമിൽ, ഇസ്ലാം കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് റമദാൻ മാസത്തിലെ നോമ്പ് എന്നുള്ളത്. വിശ്വാസികൾ അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിൽ, അവരുടെ സ്വഭാവത്തെ സംസ്കരിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് റമദാനിലെ നോമ്പ്. രാത്രികളിൽ നമസ്കരിക്കുന്നു, പകൽ സമയം നോമ്പനുഷ്ഠിക്കുന്നു. വലിയ രീതിയിൽ
അധ്വാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ. എന്നാൽ ഏത് ഇബാദത്ത് അത് ചെയ്യാൻ വേണ്ടി നാം ഒരുങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇബാദത്തുകൾ ചെയ്യുക എന്നതിനപ്പുറം അത് അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധയോടെ ജാഗ്രതയോടെ കാണേണ്ട ഒരു കാര്യമാണ്. ഇബാദത്ത് ഏതും അള്ളാഹു സ്വീകരിക്കുകയില്ല. സ്വീകരിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹാബികൾ, സലഫുസ് സ്വാലിഹീങ്ങൾ ഇബാദത്ത് സ്വീകരിക്കുന്ന കാര്യത്തിൽ വലിയ ഭയപ്പാടുള്ളവരായിരുന്നു. ഫുദാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ലഅൻ അകൂന അഅലം അന്ന അല്ലാഹ ഖദ് തഖബ്ബല മിന്നി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലി അഹബ്ബു ഇലയ്യ മിന ദുനിയ വമാ ഫിഹാ. ഫുദാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ചെയ്തിരിക്കുന്ന അമലിൽ നിന്ന് ഏറ്റവും ചെറിയ ഒരു കടുകുമണിയുടെ തൂക്കമെങ്കിലും സ്വീകരിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, സ്വീകരിച്ചുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ദുനിയാവും അതിലുള്ള സകലതും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഇഷ്ടം അതാണ്. വേറെ ചില സ്വഹാബികളിൽ ഉദ്ധരിക്കുന്നത് കാണാം, ഒരു സുജൂദെങ്കിലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട് എങ്കിൽ മരണം വരിക്കാൻ എനിക്ക് യാതൊരു പേടിയുമില്ലായിരുന്നു എന്ന് സ്വഹാബികൾ പറയുന്നത് കാണാം. അപ്പോൾ നാം ചെയ്യുന്ന അമലുകൾ, നോമ്പാകട്ടെ, നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഏത് കർമ്മങ്ങളാകട്ടെ, അത് സ്വീകരിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉലമാക്കൾ പറയുന്നത് കാണാം, അടിസ്ഥാനപരമായ 2 നിബന്ധനകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഏത് കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പ്രതിഫലത്തെ മാത്രം കാക്ഷിച്ച് ഇബാദാത്തുകൾ പൂർണ്ണമായി അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്നവനായിരിക്കണം. എങ്കിൽ മാത്രമേ ഇബാദാത്തുകൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. മറ്റൊന്ന്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ആ ഇബാദത്ത് ചെയ്യാൻ പഠിപ്പിച്ചിരിക്കുന്നത് അതുപ്രകാരമായിരിക്കണം അത് ചെയ്യേണ്ടത്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പറയുന്നത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെയും ജീവിതത്തെയും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും അഹ്സനായി കൊണ്ട് അമലുകൾ ചെയ്യുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണെന്നുള്ള ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, അഖ്ലസുഹു വഅസ്വബു, ഇഖ്ലാസോടെ ഏറ്റവും സവാബായ നിലയിൽ ചെയ്യുന്ന അമലുകൾ ഇതാണ് അള്ളാഹു പരിശോധിക്കുക. ഏതൊരാളുടെ അമലാണോ ഇഖ്ലാസോടെ ചെയ്യുന്നത്, ഏതൊരാളാണോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ച് അമലുകൾ ചെയ്യുന്നത്, അതാണ് അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാദാത്തുകൾ സ്വീകരിക്കണമെങ്കിൽ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. ഇഖ്ലാസിന് നേരെ വിപരീതമാണ് ശിർക്ക് സംഭവിക്കുക എന്നുള്ളത്. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദാത്തുകൾ അള്ളാഹു അല്ലാത്ത, അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് അർപ്പിച്ചാൽ അത് ശിർക്കാണ്. ശിർക്ക് സംഭവിച്ചാൽ ഒരമലും അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുകയില്ല. ഇബാദാത്തുകൾ പൂർണ്ണമായി കൊണ്ട് അതിന്റെ എല്ലാ ഇനങ്ങളും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ അവകാശമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അടിമകളുടെ മേൽ അള്ളാഹുവിനുള്ളതായ അവകാശമാണ് അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ, അവർ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യൽ. മാത്രമല്ല അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്താൽ പോരാ, വലാ യുശ്രികൂ ബിഹി ശൈആ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ അതിനെ വിശദീകരിക്കുന്നത് കാണാം. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം അതിനോട് കൂട്ടിച്ചേർക്കുകയാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ളത്. എന്തിനാണ് ഇങ്ങനെ കൂട്ടിച്ചേർത്തത്? ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയുന്നു, വൽ ഹിക്മത്തു ഫീ അത്ഫിഹി അലൽ ഇബാദ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് ശിർക്ക് ചെയ്യരുത് എന്നുള്ളതിനെ ചേർത്ത് പറഞ്ഞതിന്റെ പിന്നിലുള്ളതായ യുക്തി, അന്ന ബഅദൽ കഫറ, കാഫിരീങ്ങളിൽ ചില ആളുകൾ, കുഫാറുകൾ, മുശ്രിക്കുകൾ, കാനു യദ്ദഊന അന്നഹും യഅ്ബുദൂന അല്ലാഹ്, അവർ വാദിക്കുമായിരുന്നു ഞങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ് എന്ന് വാദിക്കുന്നവരായിരുന്നു.
പക്ഷേ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനോടുകൂടെ കാനൂ യഅ്ബുദൂന ആലിഹത്തൻ ഉഖ്റ, അള്ളാഹു അല്ലാത്തതായ മറ്റുള്ളവർക്കും അവർ ആരാധനകൾ അർപ്പിക്കുമായിരുന്നു. മലക്കുകൾക്ക്, ജിന്നുകൾക്ക്, അമ്പിയാക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക്, വൃക്ഷങ്ങൾക്ക്, കല്ലുകൾക്ക്, പലതിനും അവർ ഇബാദത്ത് ചെയ്യുമായിരുന്നു. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനോട് കൂടെ തന്നെ അതല്ലാത്തവർക്കും ഇബാദത്ത് ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അള്ളാഹുവിനു മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അതുകൊണ്ട് ശിർക്ക് പാടില്ല എന്നുള്ളത് നിബന്ധനയാക്കപ്പെട്ടു എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ശിർക്ക് സംഭവിച്ചാൽ മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ ഏതുമാകട്ടെ, രാത്രിയിൽ മുഴുനേരം ഒരാൾ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദുകൾ അർപ്പിക്കുന്നു, എല്ലാ പകലുകളിലും നോമ്പനുഷ്ഠിക്കുന്നു, ഇല്ല ഒരു കാര്യവുമില്ല, ചെയ്യുന്ന അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുന്നതാണ്. അള്ളാഹു പറയുന്നത് കാണാം, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. നാളെ ആഖിറത്തിൽ മനുഷ്യർ ചെയ്തിരിക്കുന്നതായ അമലുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ധൂളികളെ പോലെ, കാറ്റത്ത് പറക്കുന്നതായ പൊടിപടലങ്ങളെ പോലെ ചിന്ന ഭിന്നമാക്കി കളയുന്നതാണ്. ധാരാളം അമലുകൾ ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ അമലുകൾ, കുഫാറുകളുടെ അമലുകൾ, ശിർക്ക് ചെയ്ത ആളുകളുടെ അമലുകൾ, അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. ഇത് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അമലുകളെ പൊളിച്ചു കളയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം അതിൽ ഇഖ്ലാസില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടരുന്നില്ല എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരാളുടെ കർമ്മത്തിലില്ല എങ്കിൽ അത് അള്ളാഹുവിങ്കൽ സ്വീകരിക്കുക എന്നുള്ളത് വളരെ വിദൂരമായിരിക്കും. അപ്പൊ നാം അമലുകൾ ചെയ്യുമ്പോൾ അതിൽ ഒന്നാമതായി ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. രണ്ടാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ അത് പഠിപ്പിച്ചിരിക്കുന്നത് അതുപോലെയായിരിക്കണം. ഇത് ശ്രദ്ധിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. പ്രത്യേകിച്ചും പരിശുദ്ധ റമദാനിനെ കാത്തിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നോമ്പുകൾ അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ, അതിന് പ്രതിഫലം നൽകപ്പെടണമെങ്കിൽ ഇഖ്ലാസ് അനിവാര്യമാണ്. ഇഖ്ലാസിനെ നഷ്ടപ്പെടുത്തുന്ന ശിർക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തികളിൽ കടന്നു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കൽ, അതിനെക്കുറിച്ച് ജാഗ്രത പാലിക്കൽ വിശ്വാസികളുടെ മേൽ അനിവാര്യമാണ്. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ കഠിനമായ രീതിയിൽ ശക്തമായ താക്കീതുകൾ ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, യാ അബൂബക്കർ ലശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. അല്ലയോ അബൂബക്കറെ, നിങ്ങളിൽ ശിർക്ക് സംഭവിക്കുന്നത്, ഉറുമ്പ് അരിച്ചു പോകുന്നത് എത്ര ഗോപ്യമായിട്ടാണോ അതിനേക്കാൾ ഗോപ്യമായി, രഹസ്യമായി ശിർക്ക് വന്നു ഭവിക്കുമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി ലശിർകു അഖ്ഫാ മിൻ ദബീബിൻ നംൽ. അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, അല്ലാഹു തന്റെ സത്യം, ശിർക്ക് നിങ്ങളിലേക്ക് വളരെ രഹസ്യമായി കടന്നു വരുന്നതാണ്. ചില ഹദീസുകളിൽ കാണാം, കറുത്ത ഒരു മിനുസമുള്ള പാറയുടെ മുകളിലൂടെ ഒരു ഉറുമ്പ് സഞ്ചരിച്ചാൽ അതിന്റെ കാലിന്റെ ചലനം എത്ര ഗോപ്യമായിരിക്കുമോ, രഹസ്യമായിരിക്കുമോ, അതിനേക്കാൾ ഗോപ്യമായി കൊണ്ട് ശിർക്കുകൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ തഖൂമുസ് സാഅതു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രിക്കീൻ. ഖിയാമത്ത് നാൾ സംഭവിക്കുക തന്നെയില്ല. എങ്ങനെയായിട്ടല്ലാതെ ഈ ഉമ്മത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിനെ അംഗീകരിച്ചിരിക്കുന്നതായ ആളുകളിൽ നിന്ന് ചില ആളുകൾ മുശ്രിക്കീങ്ങളിലേക്ക് ചേർന്നിട്ടല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുക തന്നെയില്ല. വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മതി അൽ ഔസാൻ. എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ വസനികൾക്ക്, വിഗ്രഹങ്ങൾക്ക് പൂജ അർപ്പിച്ചിട്ടല്ലാതെ, ഇബാദാത്തുകൾ അർപ്പിച്ചിട്ടല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, ലാ യദ്ഹബുൽ ലൈലു വന്നഹാറു ഹത്താ തുഅബദ അല്ലാത്ത് വൽ ഉസ്സ. രാപ്പകലുകൾ അവസാനിക്കുകയില്ല, അതായത് ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ലാത്തക്കും ഉസ്സക്കും ഇബാദത്ത് ചെയ്യപ്പെടുന്നതുവരെയും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. അതായത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിനെ അംഗീകരിച്ചിരിക്കുന്നതായ സമൂഹം ലാത്തയെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക്, ഉസ്സയെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക്, മലക്കുകളെയും ജിന്നുകളെയും അമ്പിയാക്കളെയും
ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് വീണ്ടും തിരികെ പോകുന്ന ഒരു കാലം വരാനുണ്ട്. എന്നിട്ടേ ഖിയാമത്ത് നാൾ സംഭവിക്കുകയുള്ളൂ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, ലാത്തയെ സംബന്ധിച്ച് ഉസ്സയെ സംബന്ധിച്ച് എന്താണെന്ന് താങ്കൾക്കറിയാമോ? എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുവീൻ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം ബഗവി ഉദ്ധരിക്കുന്നുണ്ട്, മറ്റു പല മുഫസ്സിറുകളും ഉദ്ധരിക്കുന്നത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാത്ത എന്നാൽ കാന റജുലൻ യലുത്തു സവീഖ ലിൽ ഹാജ്, ഹാജിമാർക്ക് പായസം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഫലമ്മാ മാത അകഫു അലാ ഖബ്രിഹി യഅബുദൂന, അങ്ങനെ ലാത്ത മരിച്ചപ്പോൾ അവർ ലാത്തയുടെ ഖബറിന് ചുറ്റും ഇഅ്തികാഫിരുന്നു, ഭജനമിരുന്നു. ലാത്ത മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഖബറിന് ചുറ്റും ഇഅ്തികാഫിരിക്കുകയും അതിന് ഇബാദത്ത് ചെയ്യുകയുമാണ് ചെയ്തത്. ഇതാണ് ലാത്ത എന്ന് മുഫസ്സിറുകൾ പറയുന്നത് കാണാൻ സാധിക്കും. എത്ര വ്യക്തമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. മുഅ്മിനീങ്ങൾക്ക് അവരിലേക്ക് ശിർക്ക് വരുന്നതിനെ സംബന്ധിച്ച് നല്ല ജാഗ്രത പാലിക്കണം എന്നുള്ള കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിനേനയുള്ള പ്രാർത്ഥനകളിൽ പലതും ശിർക്കിനെ സംബന്ധിച്ച്, കുഫറിനെ സംബന്ധിച്ച് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നതായിരുന്നു എന്ന് കാണാൻ സാധിക്കും. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തണമേ. കുഫറിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയം ചോദിക്കുന്ന പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. ശിർക്കിൽ നിന്ന് സമൂഹത്തെ അതിശക്തമായി പ്രബോധനം ചെയ്ത, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അതികഠിനമായി ജിഹാദ് ചെയ്ത ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബി ജുനുബ്നി വബനി അൻ നഅബുദൽ അസ്നാം, റബ്ബേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ശിർക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് വിശ്വാസികൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ശിർക്ക് സംഭവിച്ചാൽ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല. ശിർക്ക് ലോക ജനതയിലേക്ക് കടന്നു വന്നത് അമ്പിയാക്കളെ, സ്വാലിഹീങ്ങളെ അവരെ പാടിപ്പുകഴ്ത്തുന്നതിൽ അതിര് കിട്ടപ്പോഴാണ് എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എല്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, ചില സ്വഹാബികൾ എത്യോപ്യ സന്ദർശിക്കുകയും എത്യോപ്യയിലേക്ക് ഹിജ്റ ചെയ്ത ചില ആളുകൾ തിരികെ വന്നപ്പോൾ അവിടെ നസ്വാറാക്കളും ജൂതരുമെല്ലാം അവരുടെ ആരാധനകളായി കണ്ടിരിക്കുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അമ്പിയാക്കളുടെ ഖബറുകൾ അല്ലെങ്കിൽ സ്വാലിഹീങ്ങളുടെ ഖബറുകൾ അവിടെ ചിത്രങ്ങൾ വരയ്ക്കുകയും അവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന പ്രത്യേക കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞു, ഇന്ന ഉലൈക ഇദാ കാന ഫീഹിമുർ റജുലു സ്വാലിഹു ഫമാത്, അവരിൽ സ്വാലിഹായ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, അവരുടെ ഖബറിന്റെ മേലെ അവർ ഒരു മസ്ജിദ് നിർമ്മിക്കും, ഒരു പ്രത്യേക ആരാധനാ കേന്ദ്രം ഉണ്ടാക്കും. ഏതെങ്കിലും സ്വാലിഹീങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ഒരു ആരാധനാ കേന്ദ്രം ഉണ്ടാക്കും. വസവ്വറൂ ഫീഹി തീക സുവർ, എന്നിട്ട് അവർ പ്രത്യേകമായ ചിത്രങ്ങളോടെ വരച്ചു വെക്കും. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരായ ആളുകൾ ഈ വിഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരാണ്? അമ്പിയാക്കൾ മരിച്ചാൽ, സ്വാലിഹീങ്ങൾ മരിച്ചാൽ അവരുടെ ഖബറിനോടനുബന്ധിച്ച് ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നവരാണ് അള്ളാഹുവിങ്കൽ ഏറ്റവും നികൃഷ്ടരായ നാശകാരികളായ ആളുകൾ എന്ന്, ശർറ് നിറഞ്ഞവർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് കാണുന്നത്, ഇന്ന മിൻ ശറാറിൻ നാസി മൻ തുദ്രികുഹുമുസ് സാഅ വഹും അഹ്യാ, മനുഷ്യരിൽ ഏറ്റവും നികൃഷ്ടരായ ആളുകൾ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒന്ന്, ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ ആരാണോ അവരാണ് ഏറ്റവും നികൃഷ്ടരായ ആളുകൾ. രണ്ടാമതായി അവരോട് ചേർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ, ഖബറുകളെ പ്രത്യേകമായ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്നവർ അവരും ഏറ്റവും നാശകാരികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജുന്ദുബ് ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിനോട് വിട പറയുന്നതായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് 5 ദിവസങ്ങൾ മുന്നേ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്.
എന്താണ് കേട്ടത്? അലാ വ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖദൂന ഖുബൂറ അംബിയാഇഹിം വസ്വാലിഹീഹിം മസാജിദ്. അവർ മുൻഗാമികളായ ആളുകൾ അവരുടെ അമ്പിയാക്കളുടെ സ്വാലിഹുകളുടെ ഖുബൂറുകൾ ഖബറുകളെ അവർ മസ്ജിദുകളാക്കുമായിരുന്നു, അല്ലാഹുവിനുള്ള ഇബാദത്തിന്റെ കേന്ദ്രങ്ങളാക്കുമായിരുന്നു. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്. അതുകൊണ്ട് നിങ്ങൾ ഖബറുകളെ പ്രത്യേകമായ ആരാധനാ കേന്ദ്രങ്ങളാക്കരുതേ. ഇന്നി അൻഹാകും അൻ ദാലിക്. ഞാൻ അതിനെ തൊട്ട് നിങ്ങൾ വിലക്കുകയാണ്, തടയുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന് 5 നാൾ മുമ്പ് പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കപ്പെടുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അതേപോലെ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കിടക്കുന്ന മരണവേളയുടെ സമയത്ത് ലമ്മാ നസല ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മലക്കുൽ മൗത്ത് വന്നതായ സന്ദർഭത്തിൽ തൗഫീഖ യത്റഹു ഖമീസതൻ അലാ വജ്ഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ പ്രയാസം കാരണത്താൽ അടുത്തുള്ളതായ വെള്ളമെടുത്തുകൊണ്ട് ഒരു തുണിക്കഷണം അത് നനച്ചുകൊണ്ട് മുഖത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഫഇദ തമ്മ കശഫഹ അൻ വജ്ഹി. അത് മുഖേന ശ്വാസതടസ്സം ഉണ്ടാകുമ്പോൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ മുഖത്ത് നിന്ന് അത് നീക്കം ചെയ്യും. അങ്ങനെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണത്തിന്റെ അതേ സമയത്ത് മലക്കുൽ മൗത്ത് എത്തിയതായ സമയത്തിൽ ഖാല വഹുവ കദാലിക്, ഇതേ അവസ്ഥയിൽ കിടന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ. ജൂത നസ്വാറാക്കളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ, സാധാരണക്കാരുടേതല്ല, അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങളെ ഇബാദത്ത് ചെയ്യുന്ന പ്രത്യേകമായ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഉലമാക്കൾ ഇത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം, അമ്പിയാക്കളെ ആരാധിച്ചുവെന്നല്ല പറയുന്നത്, അവരുടെ ഖബറുകളെ ആരാധിച്ചുവെന്നല്ല പറയുന്നത്. ഖബറുകളുടെ ചുറ്റും പ്രത്യേകമായ ആരാധനാ കേന്ദ്രമുണ്ടാക്കി, അവിടെ പ്രത്യേകമായി കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുന്നത് അത് തന്നെ ഗുരുതരമായ പാപമാണ്. അതിന്റെ പേരിൽ അവർ ശപിക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പേടിക്കേണ്ട, വളരെയധികം ജാഗ്രതയോടെ കാണേണ്ട ഒന്നാണ് ശിർക്ക് നമ്മിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളത്. നമുക്കറിയാം, കേരളത്തിന്റെ ചെറിയ ചെറിയ കൊച്ചു ഗ്രാമങ്ങളിൽ വരെയും ധാരാളം ഖബറുകൾ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ആളുകളുടെ ഖബറുകൾ അവർ മരിച്ചാൽ അത് ആരാധനാ കേന്ദ്രങ്ങളാക്കുന്നു. ശൈത്വാൻ എത്രയധികം ഈ വിഷയത്തിൽ വിജയിച്ചു എന്നത് നിങ്ങൾക്ക് ഓരോ ഗ്രാമങ്ങളിലും ചെന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. എത്രത്തോളം വിജയിച്ചുവെന്ന്. ഓരോ ഗ്രാമങ്ങളിലും ചെറിയ ചെറിയ ഖബറുകൾ അതിനെ അനുബന്ധിച്ചുകൊണ്ട് മസ്ജിദുകൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവിടെ പ്രത്യേകമായ ആരാധനകൾ നടക്കുന്നു, അതിനെ തവാഫ് ചെയ്യുന്നു, അവിടെ നേർച്ചകൾ അർപ്പിക്കുന്നു, അവിടെ ബലികർമ്മങ്ങൾ നടത്തപ്പെടുന്നു, അവിടെ തൊട്ടുമുത്തുന്നു, ചുംബിക്കുന്നു, അതിനെ സുജൂദ് ചെയ്യുന്നു. ഈ രീതിയിൽ വ്യത്യസ്തങ്ങളായ ആരാധനകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് വന്നത് എന്നതിനെ സംബന്ധിച്ച് ശക്തമായ രീതിയിൽ വളരെ കൃത്യമായി വിശ്വാസികൾ പഠിച്ചിരിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ലോകത്ത് ആദ്യമായി തന്നെ ശിർക്ക് കടന്നു വന്നതിന്റെ ചരിത്രം വളരെ സ്പഷ്ടമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ആദം അലൈഹിസ്സലാമിന് ശേഷം 10 തലമുറകളോളം തൗഹീദിൽ അടിയറച്ചു നിന്നതായ സമൂഹമായിരുന്നു. പിന്നീട് അവരിലേക്ക് ശിർക്ക് കടന്നു വന്നു. എങ്ങനെയാണ് ശിർക്ക് കടന്നു വന്നത്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ശിർക്ക് വന്നപ്പോഴാണ് നൂഹ് അലൈഹിസ്സലാമിനെ അവരിലേക്ക് പറഞ്ഞയച്ചത് അല്ലാഹു. നൂഹ് അലൈഹിസ്സലാമിന്റെ ദഅവത്തിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ദീർഘമായി സംസാരിക്കുന്നുണ്ട്. അവരിലേക്ക് മുന്നറിയിപ്പുകാരനായി നൂഹ് അലൈഹിസ്സലാമിനെ അയച്ചു. എന്നിട്ട് പറഞ്ഞു, അനിഅബ്ദുല്ലാഹ് വത്തഖൂഹു വഅതിഊൻ. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യണം, അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ പാലിച്ച് ജീവിക്കണം എന്ന് നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു. ദീർഘമായി പറയുന്നുണ്ട്, രാപ്പകലില്ലാതെ ഞാൻ അവരോട് ദഅവത്ത് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ദഅവത്ത് ചെയ്യുമ്പോഴെല്ലാം അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ അല്ലാഹുവിനോട് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് നൂഹ് അലൈഹിസ്സലാം അവരോട് പറയുമ്പോഴെല്ലാം അവർ അതിൽ നിന്ന് ഓടിയകലുകയാണ് ചെയ്തത്. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ വിളിക്കുമ്പോഴെല്ലാം അവർ അവരുടെ ചെവികളിൽ വിരലുകൾ തിരുകുമായിരുന്നു. അവർ വസ്ത്രം കൊണ്ട് അവരെ പുതപ്പിട്ട് മൂടുമായിരുന്നു. അഹങ്കരിച്ച് പിന്മാറുകയാണ് അവർ ചെയ്തത്. അവർ ചെവി കുത്തിപ്പിടിച്ചപ്പോൾ ഞാൻ ഉറക്കെ അവരോട് വിളിച്ചു പറഞ്ഞു, ഇബാദത്ത് അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് പാടുള്ളൂ. ഇങ്ങനെ
നൂഹ് അലൈഹിസ്സലാം അവർ ദഅവത്ത് ചെയ്തത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അവർ ചെയ്ത തെറ്റെന്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാം നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹത്തിലെ മുതിർന്നതായ ആളുകൾ, അവരുടെ നേതാക്കന്മാർ, അവരുടെ പുരോഹിതന്മാർ അവരോട് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്ര. അവരുടെ നേതാക്കന്മാർ, പുരോഹിതന്മാർ നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹത്തോട് പറയുകയാണ്, നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരാധ്യരെ നിങ്ങൾ ഒരിക്കലും കൈവിടിഞ്ഞു കളയരുത്. വദ്ദിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, സുവാഇനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, യഗൂസിനെയും യഊഖിനെയും നിങ്ങൾ ഉപേക്ഷിക്കരുത്, നസ്റിനെയും നിങ്ങൾ ഉപേക്ഷിക്കരുത്. ആരാണ് ഈ പറയുന്ന 5 ആളുകൾ എന്ന് മുഫസ്സിറുകൾ അതിന് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇമാം ബുഖാരി തന്നെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ലോകത്താദ്യമായി അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെട്ട വിഭാഗം ഈ 5 ആളുകളാണ്. അവരാരാണെന്നതിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾ പറയുന്നത് കാണാം. നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹത്തിലുള്ള സ്വാലിഹീങ്ങളായ ആളുകളായിരുന്നു ഈ വദ്ദും സുവാഉം യഗൂസും യഊഖും നസ്റും. അവർ മരിച്ചപ്പോൾ ശൈത്താൻ അവർക്ക് ചില കുതന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. ശൈത്താൻ അവർക്ക് ചില വഹീകൾ നൽകി. ഈ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, അവർ ഇരുന്നതായ സ്ഥാനങ്ങളിൽ ചില വടികൾ കുത്തിവയ്ക്കുക, ചില നാട്ടക്കുറ്റികൾ അവിടെ വയ്ക്കുക, എന്നിട്ട് അവരുടെ പേരുകൾ പറയുക, അവരുടെ പേരുകൾ അതിന് നൽകുക. അങ്ങനെ അവരെങ്ങനെ ചെയ്തു. ഈ സ്വാലിഹീങ്ങളായ ആളുകൾ അവർ ഇരുന്നതായ പരിചരിച്ചതായ സ്ഥലങ്ങളിൽ ഒരു കോല് നാട്ടുക മാത്രമാണ് ചെയ്തത്. ആ സമൂഹം അവരെ ഇബാദത്ത് ചെയ്തിരുന്നില്ല. എന്നാൽ ആ സമൂഹം ആദ്യ തലമുറ മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ശൈത്താൻ അവരെ ഉദ്ബോധനം ചെയ്തു. അങ്ങനെ നിങ്ങളുടെ പൂർവ്വഗാമികൾ ആവശ്യങ്ങൾ വന്നാൽ, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, ബുദ്ധിമുട്ടുകൾ മാറ്റാൻ അവർ ഇബാദത്ത് ചെയ്തിരുന്ന, അവരുടെ തേട്ടങ്ങൾ അർപ്പിച്ചിരുന്നത് ഈ സ്വാലിഹീങ്ങളായ വദ്ദിനോടാണ്, സുവാഇനോടാണ്, യഗൂസിനോടാണ്, യഊഖിനോടാണ്, നസ്റിനോടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഈ സ്വാലിഹീങ്ങളെ തേടിയാൽ മതി, അവരെ സമീപിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ലോകത്ത് ആദ്യമായി ശിർക്ക് വന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൗഹീദ് കൃത്യമായി പഠിക്കുക എന്നുള്ളത്, എങ്ങനെയാണ് തൗഹീദ് വന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ ദീർഘകാലത്തോളം പ്രബോധനം ചെയ്തു. അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. വിരലിൽ എണ്ണാവുന്ന വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് നൂഹ് അലൈഹിസ്സലാമിന്റെ പ്രബോധനത്തിന് ഉത്തരം നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ സ്വന്തം മകനെ അടക്കം അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ മുഖ്യ നശിപ്പിക്കുകയാണ് ചെയ്തത്. ശേഷം മറ്റൊരു സമൂഹം വീണ്ടും വന്നു. ആദ് സമൂഹത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആദ് സമൂഹം വന്നു, അവരും ഈ രീതിയിൽ ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഹൂദ് അലൈഹിസ്സലാമിനെ അള്ളാഹു അവരിലേക്ക് നിയോഗിച്ചു. ഹൂദ് അലൈഹിസ്സലാം പറഞ്ഞു, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായിട്ട് ആരും തന്നെ നിങ്ങൾക്കില്ല. അഫലാ തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലയോ? എന്തുകൊണ്ടാണ് അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്? അവർ ചോദിച്ചു, അല്ലയോ ഹൂദ്, താങ്കൾ ഞങ്ങളിലേക്ക് വന്നത് ലിനഅ്ബുദല്ലാഹ വഹ്ദഹ്, അള്ളാഹുവിന് മാത്രം ഞങ്ങൾ ദുആ ചെയ്യണം, ഇസ്തിഗാസ നടത്തണം, നേർച്ചകൾ അർപ്പിക്കണം എന്നാണോ എന്ന് പറയാനാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത്. വനദറ മാ കാന യഅ്ബുദു ആബാഉനാ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പാരമ്പര്യമായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതായ പല ഇബാദത്തുകളുമുണ്ട്. അള്ളാഹുവിന് പുറമെ വേറെ പലർക്കും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ പൂർവികർ. അവരെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ തേട്ടങ്ങളും അള്ളാഹുവിന് മാത്രമാക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെയും നശിപ്പിച്ചു കളഞ്ഞു. സമൂദ് ഗോത്രം വന്നു, അവരിലേക്ക് സ്വാലിഹ് അലൈഹിസ്സലാമിനെ നിയോഗിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലയോ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് ചെയ്യാവൂ, അവരല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനുമില്ല. ഇതേപോലെ തന്നെ ഷുഐബ് അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അമ്പിയാക്കളകിലവും അവരുടെ സമൂഹത്തിലേക്ക് വന്ന് ദഅവത്ത് ചെയ്തത് ഇത് തന്നെയാണ്. അവരുടെ ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ വിഷയം ഇബാദത്ത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി
അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അല്ലയോ റസൂലേ, താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം നിയോഗിച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഇബാദത്തിന്റെ അർഹതയുള്ളവൻ ഞാനല്ലാതെ മറ്റാരും തന്നെയില്ല. ആരാധനകൾ മുഴുവൻ അർപ്പിക്കപ്പെടേണ്ടത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. അവന് പുറമെ മറ്റൊരു ആരാധ്യനുമില്ല. അതുകൊണ്ട് എന്നെ മാത്രമാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ എന്ന വഹി നൽകിയിട്ടല്ലാതെ ഒരു നബിയെയും ഒരു റസൂലിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വേറെ പല ആയാത്തുകളിലും വ്യത്യസ്ത രൂപങ്ങളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ തൗഹീദിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്, വിശ്വാസം ശരിയാക്കി തീർക്കുക എന്നുള്ളത്, അഖീദ പരിശുദ്ധമാക്കി തീർക്കുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. മുസ്ലിമീങ്ങൾ നേരിടുന്ന ഏതേത് പ്രശ്നങ്ങളാണെങ്കിലും, ഇപ്പോൾ അമ്പിയാക്കന്മാരുടെ ദഅവത്ത് നാം ശ്രദ്ധിച്ചു കാണും. ഏത് നബി വന്ന് ഏത് സമൂഹത്തിലേക്ക് പ്രബോധനം നടത്തുമ്പോഴും അവരോടൊന്നാമതായി പറയുന്നത് തന്നെയാണ്, നിങ്ങൾ ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാക്കി തീർക്കണം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അത് തന്നെയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വ്യത്യസ്തങ്ങളാകാം. ഒരുപക്ഷെ സാമ്പത്തികമാകാം, അല്ലെങ്കിൽ സാംസ്കാരികമായ പ്രശ്നങ്ങളാകാം, സ്വഭാവത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളാകാം, നിങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാകാം. ഏത് പ്രശ്നങ്ങളാകട്ടെ ഒരു സമൂഹം നേരിടുന്നത്, അവിടെ ഒന്നാമതായി അവർ ആ പ്രശ്നപരിഹാരത്തിന് സമീപിക്കേണ്ടത്, പരിഹാരം കാണേണ്ടത് തൗഹീദ് ശരിയാണോ എന്നുള്ളതിലേക്ക് നോക്കിക്കൊണ്ടാണ്. തൗഹീദ് ശരിയാണ് എങ്കിൽ ആ സമൂഹത്തിൽ സ്വസ്ഥതയുണ്ടാകും, അവിടെ നിർഭയത്വം ഉണ്ടാകും, അവിടെ അഭിവൃദ്ധി ഉണ്ടാകും. അതല്ല എങ്കിൽ നിർഭയത്വം നഷ്ടപ്പെടും, പ്രയാസങ്ങൾ ഉണ്ടാകും, സംഘർഷകലുഷിതമായിരിക്കും ആ സമൂഹം. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അംബിയാ മുർസലീങ്ങൾ അവരുടെ പ്രയാസങ്ങൾ നേരിടുന്നതായ ഘട്ടങ്ങളിൽ തൗഹീദ് ഉറപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് കാണാം. യൂനുസ് അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ അകപ്പെട്ട കാര്യം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഫനാദാ ഫിദ്ദുലുമാതി, സമുദ്രത്തിന്റെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട്, ഇരുളിൽ കിടന്നുകൊണ്ട് യൂനുസ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിച്ചത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഇബാദത്തിന് അർഹതയുള്ളവൻ നീയല്ലാതെ മറ്റാരും തന്നെയില്ല. ഞാനിത് അക്രമം ചെയ്തു പോയി, നീ ഇത്ര പരിശുദ്ധനാണ്, നിനക്ക് ഒരു പങ്കാളിയുമില്ല, നീ പരിശുദ്ധനാണ് എന്ന് വാഴ്ത്തിക്കൊണ്ട് യൂനുസ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. ഖുർആൻ പറയുന്നത് കാണാം, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅഥൂൻ. യൂനുസ് അലൈഹിസ്സലാം ഈ പ്രാർത്ഥന നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെയും മത്സ്യവയറ്റിൽ കിടക്കേണ്ടി വരുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഏതൊരു പ്രയാസമാണോ ഒരു മനുഷ്യൻ നേരിടുന്നത്, അതിനുള്ള പരിഹാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രാവർത്തികമാക്കലാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ദഅവതു ദിന്നൂൻ, യൂനുസ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, മത്സ്യവയറ്റിൽ കിടന്നുകൊണ്ട് യൂനുസ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ഈ പ്രാർത്ഥന, ഫഇന്നഹു ലൻ യദ്ഉ ബിഹാ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഇല്ലാ ഇസ്തജാബ ലഹു. ഒരു മുസ്ലിം അവന്റെ ഏതേതു പ്രശ്നങ്ങൾക്ക് വേണ്ടി ഈ പ്രാർത്ഥന കൊണ്ട് അല്ലാഹുവിലേക്ക് തിരിയുന്നുവോ അതിന് ഉത്തരം നൽകപ്പെട്ടിട്ടല്ലാതെയില്ല. കാരണം തൗഹീദ് ഉറപ്പിക്കുകയാണ്, അല്ലാഹുവേ, ഇബാദത്തിന് അർഹതയുള്ളവൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങൾ ഏതെങ്കിലും ഖബറുകളെ തേടി പോവുകയില്ല, ഏതെങ്കിലും ഷേഖന്മാരുടെ അടുക്കൽ, വലിയകളുടെ അടുക്കൽ, അമ്പിയാക്കളുടെ അടുക്കൽ അവരല്ല ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കുന്നത്. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കുന്നത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഹൃദയത്തിൽ തഹ്ഖീഖ് ചെയ്യുമ്പോൾ, യാഥാർത്ഥ്യവൽക്കരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ദുആഉൽ കർബ് നടത്തുമായിരുന്നു. എന്താണ് പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർദ് വ റബ്ബുൽ അർശിൽ കരീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. പ്രയാസങ്ങൾ നേരിട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന വചനങ്ങളാണ്, തൗഹീദിന്റെ വചനങ്ങളാണ്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു പറഞ്ഞു, അലാ ഉഅല്ലിമുകി കലിമാത്തിൻ തഖൂലീനഹുന്ന ഇൻദൽ ഖർബ്, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം.
പ്രയാസങ്ങൾ ഉണ്ടായാൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ, മക്കളുണ്ടാകുന്നില്ലെങ്കിൽ, മക്കളുടെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ, ജോലി ശരിയാകുന്നില്ലെങ്കിൽ, കച്ചവടങ്ങളിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ജാരങ്ങളിലേക്കല്ല. നിങ്ങൾ അമ്പിയാക്കളെയല്ല സമീപിക്കേണ്ടത്, ഔലിയാക്കളെയല്ല സമീപിക്കേണ്ടത്, വിഗ്രഹങ്ങൾക്ക് പൂജകൾ അർപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത്, അള്ളാഹ് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ എന്ന് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്റെ റബ്ബ് അള്ളാഹുവാണ്, എന്നെ സൃഷ്ടിച്ചവൻ, എന്റെ ഉടമസ്ഥൻ, എന്റെ പരിപാലകൻ എന്നല്ല, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ, മുദബ്ബിറുൽ ആലം അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ ഒന്നിനെയും ഞാൻ പങ്കുചേർക്കുകയില്ല തന്നെ. എന്റെ ഇബാദാത്തുകൾ അഖിലവും, എന്റെ ദുആകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ ഇസ്തിഗാസകൾ, എന്റെ ഇസ്തിആനകൾ, എന്റെ ഭയങ്ങൾ, എന്റെ പ്രതീക്ഷകൾ സകലതും അള്ളാഹുവിന് മാത്രമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക. ഇതാണ് പ്രശ്നങ്ങൾ മാറാനുള്ള പരിഹാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതെ, ഇത് അമ്പിയാക്കന്മാരുടെ ദഅവത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അമ്പിയാക്കന്മാർ പഠിപ്പിച്ചത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് സ്ഥിരം പഠിച്ചുകൊണ്ടിരിക്കണം, സ്ഥിരം അത് പറഞ്ഞുകൊണ്ടിരിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാണ് ഇഹത്തിലും പരത്തിലും ഒരു മനുഷ്യന് വിജയിക്കാനുള്ളതായ ഏറ്റവും വലിയ അടിസ്ഥാനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കലാണ്. അമ്പിയാക്കളകിലവും അതാണ് പഠിപ്പിച്ചത്. ഒരാൾ അവന്റെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും പിഴവുകൾ സംഭവിച്ചു, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തേക്കാം. പക്ഷേ തൗഹീദിൽ ഒരാൾക്ക് പിഴച്ചു കഴിഞ്ഞാൽ, തൗഹീദിൽ അവന്റെ അഖീദ വിശ്വാസം ശരിയാകുന്നില്ല എങ്കിൽ, അവൻ എത്രയധികം നമസ്കരിച്ചിട്ടും, എത്രയധികം നോമ്പനുഷ്ഠിച്ചിട്ടും, എത്ര ഹജ്ജ് ചെയ്താലും ഉംറകൾ അനുഷ്ഠിച്ചാലും, എത്ര നോമ്പെടുത്താലും അതെല്ലാം നിഷ്ഫലം തന്നെയാണ്. കാരണം അഖീദ ശരിയാകാതെ ഒരാളുടെയും ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാഫിഈയാകാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹനഫിയാകാം, മാലിക്കിയാകാം, ഹംബലിയാകാം. നിങ്ങൾ പക്ഷപാതിയാകാതിരുന്നാൽ മതി. അതെല്ലാം ഫിഖ്ഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഏതിലും പോകാം. നിങ്ങൾ അതിന്റെ പേരിൽ പക്ഷപാതിത്വം കാണിക്കാതിരുന്നാൽ മതി. പക്ഷേ നിങ്ങളുടെ അഖീദ ശരിയായില്ല എങ്കിൽ, തൗഹീദ് ശരിയായി മനസ്സിലാക്കുന്നില്ല എങ്കിൽ, ശിർക്കിൽ നിന്ന് നിങ്ങൾ മുക്തമാക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് സംഭവിക്കുന്ന അബദ്ധം വലിയ അബദ്ധമാണ്. നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വിശ്വാസികൾ ജാഗ്രത പാലിക്കണം. എങ്ങനെയാണ് ശിർക്കിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? ശിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 4 അടിസ്ഥാന തത്വങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന ഏത് കക്ഷി വന്ന് ഏത് ശുബ്ഹത്തുകൾ പറഞ്ഞാലും, ഏത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും, അത് പക്ഷെ സൂഫി ത്വരീഖത്തുകാരായിരിക്കാം, അല്ലെങ്കിൽ ഖവാരിജിയാക്കളായിരിക്കാം, റാഫിളിയാക്കളായിരിക്കാം, ഷീഇകളായിരിക്കാം, അല്ലെങ്കിൽ സൂഫികളായിരിക്കാം, ഏതുമാകട്ടെ, ഏത് അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന വിഭാഗങ്ങൾ ഒന്ന് ഏത് ആശയക്കുഴപ്പം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടു തന്നാലും അതിൽ നിന്ന് മുക്തമാകാൻ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, സലഫ് സ്വാലിഹീങ്ങളായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില തത്വങ്ങളുണ്ട്. അതിൽ 4 തത്വങ്ങൾ മാത്രമാണ്. ഈ 4 തത്വം മനസ്സിലാക്കി വെച്ചാൽ ഒരു പിഴച്ചവനും അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നതായ ഒരു ബിദ്അക്കും അഹ്ലുസുന്നയുടെ ആളുകളുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തത്വം, ഒന്നാമത്തെ അടിസ്ഥാനം, പരിശുദ്ധ ഖുർആൻ തൗഹീദിനെ സംബന്ധിച്ച്, അള്ളാഹുവിനുള്ള ഇബാദത്തിനെ സംബന്ധിച്ച്, ശിർക്കിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിരിക്കുന്നതായ ആയാത്തുകൾ, ഇതെല്ലാം മുഹ്കമത്തുകളായ ആയാത്തുകളാണ്. വളരെ സുവ്യക്തമായ, വ്യക്തമായ, ഒരു ആശയക്കുഴപ്പവുമില്ലാത്ത, കെട്ടിക്കൊടുക്കില്ലാത്തതായ ആയാത്തുകളാണ്. ശിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്ന ഏത് ആയത്തും പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. ഖുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, ഏറ്റവും വലിയ സാക്ഷ്യം ഏതാണെന്ന് നിങ്ങളൊന്ന് പറയൂ. ഖുലില്ലാഹു ഷഹീദുൻ ബൈനി വ ബൈനക്കും, നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവാണ് നമ്മുടെയും നിങ്ങളുടെയും ഇടയിലുള്ളതായ സാക്ഷി. അള്ളാഹുവിന്റെ സാക്ഷ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം. വഊഹിയ ഇലയ്യ ഹാദൽ ഖുർആനു ലിഉൻദിറകും ബിഹി, ഈ എനിക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക നബിയെ. എന്താണ് വഹി നൽകപ്പെട്ടിരിക്കുന്ന? ഈ പരിശുദ്ധ ഖുർആനാണ്. ലിഉൻദിറകും ബിഹി, ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ്. വമൻ ബലഗ്,
ആർക്കെല്ലാം ഈ ഖുർആനിന്റെ സന്ദേശം എത്തുന്നുവോ അവർക്കെല്ലാം മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ വളരെ സുവ്യക്തമായി വളരെ വ്യക്തമായി മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതാണ്. അതിലുള്ള കാര്യങ്ങൾ മുബീനാണ്, വ്യക്തമാണ്, ആശയക്കുഴപ്പങ്ങളില്ലാത്തതാണ്. തിൽക ആയാതുൽ കിതാബി വ ഖുർആനുൻ മുബീൻ. പരിശുദ്ധ ഖുർആൻ അത് വളരെ സുവ്യക്തമായതാണ്, അള്ളാഹുവിന്റെ ആയാത്തുകളാണ്. ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദിക്റാണ്, ഖുർആനുൻ മുബീനാണ്, വളരെ വ്യക്തമായ കെട്ടിക്കുടുക്കുകളില്ലാത്ത സന്ദേശമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തോട് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ചാണ്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ അവർ തൗഹീദ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, തൗഹീദ് അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന് വർഗങ്ങളെ എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ട് തന്നെയില്ല. അതെ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന്റെ ഏകത്വത്തെ മുറുകെ പിടിച്ച് അവന് മാത്രം ഇബാദത്ത് ചെയ്യുക. ഇതിനു വേണ്ടി മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജിന്ന് വർഗങ്ങളെ സൃഷ്ടിച്ചത്. ഈ തൗഹീദ് അത് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാണ്, സുവ്യക്തമാണ്, ആശയക്കുഴപ്പങ്ങളില്ല, കെട്ടിക്കുടുക്കുകളില്ല. എന്നാൽ മുഹ്കമായ ആയാത്തുകളിൽ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യൂ എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും ആയാത്തുകൾ പിടിച്ചുകൊണ്ടുവന്ന് അല്ല ഔലിയാക്കൾക്ക് ഇബാദത്ത് ചെയ്യാം, സ്വാലിഹീങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാം, അവരോട് ഇസ്തിഗാസ നടത്താം എന്നുള്ളതിലേക്ക് പോകേണ്ടതില്ല. കാരണം പരിശുദ്ധ ഖുർആൻ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം പഠിപ്പിക്കുന്നതായ തൗഹീദ്, ഈ തൗഹീദ് ആശയക്കുഴപ്പമുണ്ടാകുന്ന രീതിയിലുള്ള ആയാത്തുകൾ കൊണ്ടാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. അഹ്ലുസുന്നയുടെ ഉലമാക്കളെ ഏകോപിച്ച് പറയുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ അദ്യാവസാനം ഈ തൗഹീദാണ് പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹ തന്നെ തൗഹീദിന്റെ 3 ഇനങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അല്ലാഹു മാത്രമാണ്. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച്, വിശേഷണങ്ങളെ കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അതേ, തൗഹീദിന്റെ 3 ഇനങ്ങളും തൗഹീദുൽ അർറുബൂബിയ്യ വൽ അസ്മാഇ വസ്സിഫാത്ത് വൽ ഉലൂഹിയ്യ, ഇത് 3ഉം കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ. അതിന്റെ അവസാനവും അങ്ങനെ തന്നെയാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. റബ്ബ് അല്ലാഹു മാത്രമേ ഉള്ളൂ. ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അതിലുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, റിസ്ക് നൽകുന്നവൻ, നിയമങ്ങൾ കൊടുക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. മനുഷ്യരുടെ മുഴുവനും ഇലാഹ്, ഇബാദത്തിന് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്താൽ നബിയുടെ ഒരു പ്രഭാതം ആരംഭിക്കുക തൗഹീദിന്റെ 2 റുക്നുകൾ കൊണ്ടാണ്. തൗഹീദിന് 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ഇബാദത്തിന് ഒന്നിനും തന്നെ അർഹതയില്ല. ഇബാദത്ത് ചെയ്യപ്പെടാൻ അള്ളാഹുവിന് പുറമെ ഒന്നിനും തന്നെ അർഹതയില്ല. ഒരു മലക്കിനില്ല, നബിക്കില്ല, സ്വാലിഹിനില്ല, അല്ലെങ്കിൽ ഒരു വലിയനില്ല, കല്ലിനില്ല, വൃക്ഷങ്ങൾക്കില്ല, ഒന്നിനും തന്നെ ഇബാദത്ത് ചെയ്യപ്പെടാനുള്ളതായ അർഹതയില്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് തുടങ്ങുന്ന നിരാകരണമാണ് ഒന്നാമത്തെ കാര്യം. സൂറത്തുൽ കാഫിറൂൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന് മുമ്പ് 2 റക്അത്തിൽ, ഒന്നാമത്തെ റക്അത്തിൽ ഓതും. രണ്ടാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ പാർട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ ഇസ്ബാത്ത്. അല്ലാഹുവിന് മാത്രമേ ഇബാദത്തിന്റെ അർഹതയുള്ളൂ. ഖുൽ ഹുവല്ലാഹു അഹദ്. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ആരംഭിക്കുന്നത്. മാത്രമല്ല രാത്രിയും അങ്ങനെ തന്നെയാണ്. സുബ്ഹിന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ 2 റുക്നുകൾ പറഞ്ഞു പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാത്രിയും ആരംഭിക്കുന്നത് എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ തുടങ്ങി ഓതിക്കൊണ്ടുവന്നാൽ ഒന്നാമതായി ഖുർആൻ പഠിപ്പിക്കുന്ന കൽപ്പനയും ഇത് തന്നെയാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും. എത്രയോ വ്യക്തമായിക്കൊണ്ടാണ് ഖുർആൻ പറയുന്നത്, അല്ലയോ ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ചതായ, നിങ്ങളുടെ പൂർവ്വപിതാക്കളെ സൃഷ്ടിച്ചതായ അള്ളാഹുവിന് മാത്രമായിരിക്കണം നിങ്ങളുടെ സകല ഇബാദത്തുകളും എന്ന് ഖുർആൻ ആദ്യമായി മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി പരിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തുകൾ തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകളുണ്ടോ സുവ്യക്തമാണ്, ഒരാശയക്കുഴപ്പവുമില്ല. അള്ളാഹു പറയുന്നത് കാണാം, ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അള്ളാഹുവിനോട് കൂടെ ആരോടും നിങ്ങൾ ദുആ ചെയ്യരുത്.
നിങ്ങളുടെ തേട്ടങ്ങൾ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. അള്ളാഹുവിനോട് കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യരുത്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, ഒന്നിനെയും അവരിൽ നിങ്ങൾ പങ്കു ചേർക്കരുത്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. വീണ്ടും മറ്റൊരായത്തിൽ കാണാം, അത്ഭുതകരമായ ഒരായത്താണ്. പലപ്പോഴും തൗഹീദിൽ നിന്ന് ജനങ്ങൾ തെറ്റിപ്പോവുകയും പല പല ന്യായങ്ങൾ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെ ന്യായങ്ങൾ എന്താണോ അത് തന്നെയാണ് പലപ്പോഴും പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്, അറിയണമേ ഇബാദാത്തുകൾ പൂർണ്ണമായും അള്ളാഹുവിന് മാത്രം അർപ്പിക്കാനുള്ളതാണ്. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യപ്പെടാവൂ. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചിരിക്കുന്നതായ ആളുകൾ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചിരിക്കുന്നതായ ആളുകൾ അവര് പറയും, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ള ഔലിയാക്കൾക്ക് ദുആ ചെയ്യുന്നത്, അവരോട് പ്രാർത്ഥിക്കുന്നത്, അവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്നത്, അവർക്ക് ഇബാദാത്തുകൾ ചെയ്യുന്നത് അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങൾ അള്ളാഹുവിന് പുറമെ ഔലിയാക്കൾക്ക് ഇബാദാത്തുകൾ അർപ്പിക്കുന്നത് അവർ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ, അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ഭിന്നിച്ചിരിക്കുന്ന ഈ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർപ്പ് കൽപ്പിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്. അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അള്ളാഹുവിന് പുറമെ അമ്പിയാക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക്, ജിന്നുകൾക്ക്, മലക്കുകൾക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നതായ കുഫാറുകളോട് അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫാർ, ഇങ്ങനെ പറയുന്ന ആളുകൾ കാദിബുകളാണ്, വ്യാജം പറയുന്നവരാണ്, അവർ കള്ളന്മാരാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മറ്റുള്ളവരോട് ദുആ ചെയ്യുന്നത്, ഇസ്തിഗാസകൾ അർപ്പിക്കുന്നത്, നേർച്ച അർപ്പിക്കുന്നത്, ഇത് അള്ളാഹുവിലേക്ക് ആണെന്നാണല്ലോ പറയുന്നത്. ഇങ്ങനെ പറയുന്നവർ വ്യാജന്മാരാണ്, അവർ കള്ളന്മാരാണ്, കഫാറുകളാണ്, കഠിനമായ കുഫ്ർ ചെയ്തവരാണ് എന്ന് പറയുന്നത് അള്ളാഹുവാണ്. എത്ര അത്ഭുതകരമാണ്! എന്നിട്ടും ഈ പരിശുദ്ധ ഖുർആനിൽ സുവ്യക്തമായ ആയാത്തുകൾ വിട്ടുകൊണ്ട് അള്ളാഹുവിന് പുറമെ മറ്റുള്ള സൃഷ്ടികളിലേക്ക് ഇബാദത്തുകൾ ചെയ്യുന്നവരുണ്ട്. വീണ്ടും ഖുർആൻ പറയുന്നുണ്ട്, വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന് പുറമെ ഉപദ്രവിക്കാൻ സാധിക്കാത്ത, ഉപകാരം ചെയ്യാൻ സാധിക്കാത്തതായ ആളുകൾക്ക് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ. എന്നിട്ട് അവർ പറയും, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവരാണിവർ, ഇവർ അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ അവരോട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് അവര് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. എത്ര വ്യക്തമായ ആയാത്തുകളാണ്! അതുകൊണ്ടാണ് ഒന്നാമത്തെ നിയമം പരിശുദ്ധ ഖുർആനിൽ തൗഹീദുമായി ബന്ധപ്പെട്ട, ശിർക്കുമായി ബന്ധപ്പെട്ട, അഖീദയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ വളരെ സുവ്യക്തമായ ആയാത്തുകളിലാണ്. അള്ളാഹുവാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കേണ്ടവൻ, ബുദ്ധിമുട്ടുകൾ നീക്കേണ്ടവൻ. നിങ്ങൾ അള്ളാഹുവിനെയാണ് സമീപിക്കേണ്ടത്. അള്ളാഹുവിന് പുറമെ ഒരു വലിയനെയും നിങ്ങളുടെ ദുആക്കുത്തരം നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ സമീപിക്കേണ്ടതില്ല. ഇത് ഖുർആൻ മറ്റൊരായത്തിൽ സുവ്യക്തമായി മറ്റൊരു രീതിയിൽ പഠിപ്പിക്കുന്നത് കാണാം. ഖുൽ, നബിയെ താങ്കൾ ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, ലാ അംലികു ലിനഫ്സി നഫഅൻ വലാ ദർറ, എന്റെ നഫ്സിന് എന്തെങ്കിലും ഉപദ്രവമേൽപ്പിക്കാൻ അല്ലെങ്കിൽ ഉപദ്രവത്തിൽ തടയാൻ എനിക്ക് എന്റെ നഫ്സിന് എന്തെങ്കിലും ഉപകാരം ചെയ്യാനുള്ളതായ സ്വാതന്ത്ര്യം പോലും എനിക്കില്ല, അതിനുള്ള അവകാശം പോലും എനിക്കില്ല എന്ന് നബി അവർക്ക് പറഞ്ഞു കൊടുക്കുക. അമ്പിയാക്കളുടെ, മുസലീങ്ങളുടെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, എന്റെ നഫ്സിന് തന്നെ എന്തെങ്കിലും ഉപകാരം ചെയ്യാനുള്ള അവകാശം എനിക്കില്ല, അതിനുള്ളതായ ഉടമസ്ഥത എനിക്കില്ല. ഇല്ല, മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ, എനിക്കെങ്ങാനും അദൃശ്യ കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ ധാരാളം നന്മകൾ ഞാൻ കൈവരിക്കുമായിരുന്നു. വമാ മസ്സനി സൂ, ഒരു പ്രയാസവും എന്നെ വന്ന് ഭവിക്കുമായിരുന്നില്ല. ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വാസികളായ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ, അവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരാൾ മാത്രമാണ് ഞാൻ എന്ന് നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്ക്. എനിക്ക് തന്നെ ഒരു ഉപകാരം ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു കൊടുക്ക് നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഉഹദ് യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലുകൾക്ക് മുറിവേൽക്കുകയുണ്ടായി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ശിരസിന് മുറിവേൽക്കുകയുണ്ടായി. ഈ സമയത്ത് ഫജഅല യസ്ലിതു ദമഅൻ, നബിയിൽ നിന്ന് രക്തം വാർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. വയഖൂൽ, അങ്ങനെ രക്തം വാർന്നൊലിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കൈഫ യുഫ്ലിഹു ഖൗമുൻ ശജ്ജൂ നബിയഹും, എങ്ങനെയാണ് ഒരു സമൂഹം വിജയിക്കുക? അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നബിയുടെ തലക്ക് പരിക്കേൽപ്പിച്ചിരിക്കുന്ന ഈ സമൂഹം എങ്ങനെ വിജയിക്കാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. വകസറൂ റബാഇയത, അവർ ആ നബിയുടെ പല്ലുകൾക്ക് പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. വഹുവ യദ്ഊഹും ഇലല്ലാഹി അസ്സ വജൽ, ആ നബിയാകട്ടെ അവരെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പരിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി, ലൈസ ലക മിനൽ അംരി ഷൈഉൻ, നബിയെ ആരാണ് വിജയിക്കുന്നത്, ഏത് സമൂഹമാണ് പരാജയപ്പെടുന്നത് എന്ന് തീരുമാനിക്കാൻ താങ്കൾക്ക് യാതൊരു അവകാശവുമില്ല. ലൈസ ലക മിനൽ അംരി ഷൈ, നബിയെ താങ്കൾക്കൊരു അവകാശവുമില്ല, അവർ വിജയിക്കുകയില്ല എന്ന് പറയാൻ താങ്കൾക്ക് യാതൊരു അവകാശവുമില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരമാണ്, ഉഹദ് ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ആളുകൾക്കെതിരെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലഅൻ അബാ സുഫിയാൻ, അല്ലാഹു അബൂ സുഫിയാനെ നീ നശിപ്പിക്കണമേ, അവരെ ലഅനത്ത് ചെയ്യണമേ. അല്ലാഹുമ്മ ലഅനിൽ ഹാരിസ് ഇബ്നു ഹിഷാം, ഹാരിസ് ഇബ്നു ഹിഷാമിനെ നീ അല്ലാഹുവേ ലഅനത്ത് ചെയ്യണമേ. അല്ലാഹുമ്മ ലഅൻ സഫ്വാൻ ഇബ്നു ഉമയ്യ, ഉമയ്യത്തിന്റെ മകൻ സഫ്വാനിനെ അല്ലാഹുവേ നീ ശപിക്കണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കുകയാണ്, ലൈസ ലക മിനൽ അംരി ഷൈ, നബിയെ താങ്കൾക്ക് അതിനുള്ള അവകാശമില്ല. ആരെയാണ് ലഅനത്ത് ചെയ്യേണ്ടത്, ആരെയാണ് നശിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കാവുന്നത് നബിയെ താങ്കളല്ല. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅസ്ലമൂ വഹസുന ഇസ്ലാമുഹും, ഈ പറയുന്ന മൂന്നാളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആരെ നശിപ്പിക്കണമെന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്, അവർ മൂന്നാളുകളും ഇസ്ലാമിലേക്ക് വന്നു. അവർ ഇസ്ലാമിൽ വലിയ സേവനങ്ങൾ അനുഷ്ഠിച്ചുവെന്ന് ഹദീസ് പറയുകയാണ്. അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിദായത്ത് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചയാളായിരുന്നു. തന്റെ പിതൃവ്യനായ അബൂ ത്വാലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സേവനങ്ങൾ ചെയ്തയാളാണ്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിച്ചത് പിതൃവ്യനായ അബൂ ത്വാലിബായിരുന്നു. ആ അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ശക്തമായി ആഗ്രഹിച്ചു. പക്ഷെ സാധിച്ചില്ല. അല്ലാഹു പറയുന്നത് കാണാം, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ് വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, നബിയെ താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്ത് കൊടുക്കാൻ, അവർക്ക് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. അള്ളാഹു അവർ ഉദ്ദേശിക്കുന്നവർക്കാണ് സന്മാർഗം കൊടുക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതെ, അമ്പിയാക്കളിലും മുർസലീങ്ങളിലും നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതിന് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്താൽ, ഏതെങ്കിലും സംഘടനകളിൽ പോയി അവർക്ക് ബൈഅത്ത് ചെയ്തു കൊടുത്താൽ, അവരെവിടെ പോയാലും ഞങ്ങളുടെ കൂടെയുണ്ട്, എന്റെ ഷെയ്ഖ് നരകത്തിൽ പോയാൽ ഞാനും പോയിക്കൊള്ളാമെന്ന് പറയുന്ന ആളുകളുണ്ട്. നഊദുബില്ല, എത്ര അപകടകരമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഇത് പറയുന്നത്. സ്വന്തം നഫ്സിന് വരെയും ഒരു ഉപകാരം ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിച്ചല്ലാതെ സാധിക്കുകയില്ല എന്ന് കൃത്യമായി കൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തൗഹീദുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആയാത്തുകൾ വളരെ സുവ്യക്തമാണ്. അതിൽ ആശയക്കുഴപ്പങ്ങളോ കെട്ടിക്കൊടുക്കുകയോ ഇല്ല. ഇങ്ങനെയുള്ള ആയാത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അഹ്ലുസുന്നയിൽ നിന്ന് പിഴച്ചുപോയ ബിദ്അത്തിന്റെ ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ ഓതുന്ന ആയാത്തുകൾ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി ഓതുന്ന ആയാത്തുകളാണ്, അവതരിപ്പിക്കപ്പെട്ട ആയാത്തുകളാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിനെ അംഗീകരിക്കുന്ന ഞങ്ങൾക്ക് ബാധകമല്ലാതെ ഇത് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന അവതരിപ്പിക്കപ്പെട്ട ആയാത്തുകൾ ഞങ്ങളുടെ മേൽ നിങ്ങൾ കെട്ടിച്ചു ചുമത്തേണ്ടതില്ല എന്ന് പറഞ്ഞ് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുണ്ട്. അവർക്കുള്ള മറുപടി ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം നോക്കുമ്പോൾ അന്നഹു റഅ റജുലൻ ഫീ യദിഹി ഖൈതുൻ മിനൽ ഹുമ്മ, ഒരു മനുഷ്യനെ കാണുകയാണ്. അദ്ദേഹം കയ്യിൽ ഒരു ചരട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. പനി മാറാൻ വേണ്ടിയിട്ട്, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, നന്മ ലഭിക്കാൻ വേണ്ടിയിട്ട് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആളുകൾ ചരട് കെട്ടുമായിരുന്നു, കൈകളിൽ മന്ത്രിച്ചൂതി ചരട് കെട്ടുമായിരുന്നു. ഇങ്ങനെ ചരട് കെട്ടിയ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരട് അത് മുറിച്ചു കളഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വാക്യം ഓതിക്കൊടുക്കുകയാണ്.
മക്കാ മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ആയത്ത് തന്നെയാണ്. പക്ഷേ ശിർക്ക് എവിടെ സംഭവിച്ചാലും അത് അവരുടെ മേൽ പാരായണം ചെയ്യപ്പെടാമെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ചരട് കെട്ടിയത് വലിയ ശിർക്കാകണമെന്നില്ല, ചെറിയ ശിർക്കാണെങ്കിൽ പോലും വലിയ കുഫാറുകളുടെ മേൽ മുശ്രിക്കീങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ആയത്താണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഓതിക്കെടുക്കുന്നത്. എന്താണ് ഓതിക്കൊടുക്കുന്നത്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിലധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരല്ല, അവർ ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടല്ലാതെ. അല്ലാഹു അക്ബർ. അവരിലധികവും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടാണെന്ന് മക്കാ മുശ്രിക്കീങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ആയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുകയാണ്. എന്താണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്? ഇമാം ബഗവി റഹിമഹുല്ലാഹ് ഇമാം അതാഇൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. ഹാദാ ഫി ദുആ, ഇത് ദുആഉമായി ബന്ധപ്പെട്ട കാര്യമാണ്. വദാലിക അന്നൽ കുഫാറ നസൂ റബ്ബഹും ഫിർ റഖാ. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, കുഫാറുകൾ, അവർക്ക് ഐശ്വര്യമുള്ള സമയത്ത്, അവർക്ക് സുഭിക്ഷമായി അള്ളാഹു വിഭവങ്ങൾ നൽകുന്ന സമയത്ത് അവർ അള്ളാഹു ഇബാദത്ത് ചെയ്യുകയില്ല. അവർ മലായിക്കത്തിനോട്, അമ്പിയാക്കളോട്, സ്വാലിഹീങ്ങളോട്, മറ്റുള്ള വിഗ്രഹങ്ങളോട് ഇബാദത്തുകൾ അർപ്പിക്കും. അള്ളാഹുവിനെ അവർ മറന്നു കളയും. എന്നാൽ ഫഇദാ അസ്വാബഹുൽ ബലാ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ, അഖ്ലസൂ ഫി ദുആ, ദുആയിൽ അവർ അള്ളാഹുവിനോട് ഇഖ്ലാസ് കാണിക്കും, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യും. ഇതാണ് ഈ വിഷയം എന്ന് അതാ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. അതായത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാൽ മാത്രം ഇഖ്ലാസോടെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളല്ലാത്തപ്പോൾ അള്ളാഹുവിന് പുറമെ മലായിക്കത്തുകളോട്, ജിന്നുകളോട്, അമ്പിയാക്കളോടെല്ലാം അവർ പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ചാണ് കുറച്ച് വിശ്വാസമുണ്ട്, ബാക്കി കുറച്ച് വിശ്വാസമില്ല. ഇതിനെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത് എന്ന് ഇമാം ബഗവി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. വേറെ ചില ഉലമാക്കൾ അതിന് വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്. അവരോട് നിങ്ങൾ ചോദിക്കുകയാണ്, ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, മഴ വർഷിപ്പിക്കുന്നത്, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് എന്നവർ പറയും. എന്നാൽ ഇങ്ങനെ പറയുന്ന ആളുകൾ ഇബാദാത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കും. ഇതിനെ സംബന്ധിച്ചാണ് ഈ ആയത്ത്. അപ്പോ ഈ പറയുന്ന ആയാത്തുകൾ എല്ലാവർക്കും അനുയോജ്യമായത് തന്നെയാണ്. ആരാണോ ശിർക്ക് ചെയ്യുന്നത്, ഇബാദത്ത് അള്ളാഹു അല്ലാതെ ആര് കൊടുത്താലും അവർക്കെല്ലാം തന്നെ ഈ ആയാത്തുകൾ ബാധകമാണ് എന്ന് സ്വഹാബി തന്നെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. രണ്ടാമത്തെ അടിസ്ഥാന തത്വം, അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ അവരുടെ വിശ്വാസ കാര്യങ്ങൾ, അവരുടെ അഖീദയുമായി ബന്ധപ്പെട്ട, തൗഹീദുമായി ബന്ധപ്പെട്ട വിശ്വാസ കാര്യങ്ങൾ, അവർക്ക് അതിനുള്ള ആധാരം, അതിന്റെ സ്രോതസ്, ഏതൊരു വിശ്വാസം വിശ്വസിക്കണമെങ്കിലും അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ മലായിക്കത്തിനെ കുറിച്ച്, അമ്പിയാക്കളെ കുറിച്ച്, അതേപോലെ തന്നെ ആഖിറത്തെ സംബന്ധിച്ച്, ഖദറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ മുഴുവനും അവർ രൂപീകരിച്ചിരിക്കുന്നത് അതിന്റെ ആധാരം പരിശുദ്ധ ഖുർആനും സുന്നത്തുമായിരിക്കും. അതിനപ്പുറത്ത് വേറെ ഏതെങ്കിലും ആശയ സ്രോതസ്സുകൾ അവർക്കില്ല തന്നെ. ലോകത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅയല്ലാതെ മറ്റാരും തന്നെ അവരുടെ വിശ്വാസങ്ങൾ പൂർണ്ണമായും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ക്രോഡീകരിച്ചിട്ടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ് അവരുടെ അഖീദ പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മാത്രമായി കൊണ്ട് വിശ്വസിക്കുന്നവർ. ബിദ്അത്തിന്റെ ഏത് കക്ഷികളാകട്ടെ അവർ അതിന് നേർവിപരീതമായിരിക്കും. ഷിയാക്കൾ അല്ലെങ്കിൽ സൂഫി ത്വരീഖത്തുകാർ അവരവരുടെ അഖീദകൾ സ്ഥാപിച്ചിരിക്കുന്നത് പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേൽ കെട്ടിച്ചമച്ചിരിക്കുന്ന ധാരാളക്കണക്കിന് കെട്ടുകഥകളുണ്ട്. അതിൽ നിന്നാണ് അവരുടെ പ്രധാനപ്പെട്ട അഖീദകൾ മുഴുവനും കടന്നു വരുന്നത്. ജഹ്മിയാക്കളാകട്ടെ, മുഅ്തസിലികളാകട്ടെ, അശ്അരികളാകട്ടെ, മാതുരിദികളാകട്ടെ, അവരെല്ലാം തന്നെ അവരുടെ അഖീദകൾ രൂപീകരിച്ചിരിക്കുന്നത് അവരുടെ ബുദ്ധിയിൽ നിന്നാണ്. അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നതായ ആയാത്തുകളെ അവർ ഉൾക്കൊള്ളും. ഏതെങ്കിലും ആയാത്തുകൾ അവരുടെ ആശയങ്ങൾക്ക്, അവരുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ ആ ആയാത്തുകളെ അവർ വ്യാഖ്യാനിക്കും. അവർ അതിനെ അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ ഏതെങ്കിലും മാർഗത്തിലൂടെ ന്യായീകരിച്ചു കൊണ്ടുവരും. അവർ അടിസ്ഥാനപരമായി അവരുടെ ബുദ്ധിയെയാണ് ആശയ സ്രോതസ്സായി സ്വീകരിക്കുന്നത്. എന്നാൽ
അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ അഖീദ മുഴുവനും തന്നെ അവർ സ്വീകരിച്ചിരിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമാണ്. ആരാണോ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ഈ രീതിയിൽ ഉൾക്കൊള്ളുന്നവർ അവർ ശരിയായ മാർഗത്തിലായിരിക്കും. അവർ അള്ളാഹുവിന്റെ ഹിദായത്ത് മുറുകെ പിടിക്കുന്നവരായിരിക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ പാശത്തെ ഹബ്ലിനെ മുറുകെ പിടിക്കണം. ഉലമാക്കൾ അതിന് നൽകിയ വ്യാഖ്യാനം, ഒന്ന് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബാണ്, പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുറുകെ പിടിക്കണം. ഖുർആൻ പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെന്ന് വാദിക്കുന്നവരാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരണം. നബിയുടെ സുന്നത്തിനെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഖുർആൻ സുന്നത്തുമാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്ന് പ്രഖ്യാപിക്കുന്ന, അതിനെ പ്രേരിപ്പിക്കുന്ന ധാരാളക്കണക്കിന് ആയാത്തുകൾ, ഹദീസുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമല്ലാതെ മറ്റൊരു വിഭാഗവും പൂർണ്ണാർത്ഥത്തിൽ അവരുടെ വിശ്വാസങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ക്രോഡീകരിച്ചിരിക്കുന്നത് അഹ്ലുസുന്നയല്ലാതെ മറ്റൊരു വിഭാഗവുമില്ല. ഇതാണ് രണ്ടാമത്തെ കായിദ. മൂന്നാമത്തെ കായിദ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത് ഇപ്പോൾ പറഞ്ഞ ഖുർആനും സുന്നത്തും മാത്രം ഞങ്ങൾ അനുധാവനം ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഏത് വ്യതിചലിച്ചിരിക്കുന്നതായ ആശയങ്ങൾക്കും ഖുർആനിലെ ആയാത്തുകൾ ഓതുന്ന ആളുകളുണ്ട്, നബിയുടെ സുന്നത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ പരിശുദ്ധ ഖുർആനിലെയും സുന്നത്തിലെയും തെളിവുകളെ അവർ മനസ്സിലാക്കുന്നത് സ്വഹാബികളുടെ ഫഹം എങ്ങനെയായിരുന്നുവോ, സ്വഹാബികൾ എങ്ങനെയാണോ ആ ആയത്തിനെ മനസ്സിലാക്കിയത്, ആ ഹദീസിനെ മനസ്സിലാക്കിയത്, അതുപ്രകാരം മാത്രമായിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന ഏക വിഭാഗം അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ്. പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും യഥാവിധം സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഏക വിഭാഗം അത് അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ഇതിൽ നിന്ന് വ്യതിചലിച്ച ധാരാളം ആളുകളുണ്ട്. അവർ പറയും, സലഫുകൾ അവർ മനുഷ്യരാണ്, ഞങ്ങളും മനുഷ്യരാണ്. അവർ അവരുടെ കാലത്തിന് യോജിക്കുന്ന രീതിയിൽ ഖുർആനിനെ മനസ്സിലാക്കി, സുന്നത്തിനെ മനസ്സിലാക്കി. ഞങ്ങൾ ഞങ്ങളുടെ കാലത്തിന് യോജിക്കുന്ന രീതിയിൽ അഖീദയെ മനസ്സിലാക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. നഊദു ബില്ലാഹ്. ഇല്ല, പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അഖീദയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണോ സഹാബികൾ മനസ്സിലാക്കിയത് അതിന് വിരുദ്ധമായി ആര് എന്തു മനസ്സിലാക്കിയാലും അത് ബാത്തിലാണ്, അത് നിരർത്ഥകമാണ്, അത് തെറ്റായ ആശയമാണ്, ബിദ്അത്തിന്റെ ആശയങ്ങളാണത്. എന്താണോ ഖുർആനിനെയും സുന്നത്തിനെയും സഹാബികൾ മനസ്സിലാക്കിയത് അത് മാത്രമേ അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ വിശ്വാസ കാര്യങ്ങളിൽ അവലംബിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം സ്വഹാബികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടവരാണ്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത ഷജറ. അല്ലാഹു പറയുകയാണ്, സ്വഹാബികളെ അല്ലാഹു തൃപ്തിപ്പെട്ടു. അവരുടെ വിശ്വാസം ശരിയായത് കൊണ്ട് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടത്. അതുകൊണ്ട് ഖുർആനിലെ ആയാത്തുകൾ, ഹദീസുകൾ എന്റെ ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് എന്റെ ഷേഖ് എന്ത് പറയുന്നുവോ, അല്ലെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ എന്താണോ ദർശിച്ചത് അങ്ങനെയല്ല വ്യാഖ്യാനിക്കേണ്ടത്. എന്താണോ സലഫു സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയത് അത് പ്രകാരം മാത്രമേ അഹ്ലുസുന്നത്തി വൽ ജമാഅ പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുകയുള്ളൂ, സുന്നത്തിനെ മനസ്സിലാക്കുകയുള്ളൂ. അതിൽ നിന്ന് മാത്രമാണ് അവർ അവരുടെ തെളിവുകളെ ക്രോഡീകരിക്കുന്നത്, മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന ബിദ്അകൾ ഏതുമാകട്ടെ അവരെല്ലാവരും തന്നെ ഇതിൽ നിന്ന് വ്യതിചലിച്ചവരാണെന്ന് കാണാൻ സാധിക്കും. ചില ആളുകൾ പറയും, ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ്, ഞങ്ങൾ അമ്പിയാക്കൾക്ക് സ്വാലിഹീങ്ങൾക്ക് ദുആ ചെയ്യുന്നുവെങ്കിൽ, ഇസ്തിഗാസ ചെയ്യുന്നുവെങ്കിൽ അതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്ത് ഓതിക്കേൾപ്പിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. നഊദു ബില്ലാഹ്. പക്ഷേ ആ ആയത്ത് അല്ലെങ്കിൽ ആ ഹദീസ് അത് സ്വഹാബികൾ മനസ്സിലാക്കിയത് പ്രകാരമായിരിക്കുകയില്ല തന്നെ. ഏത് ആയത്ത് അള്ളാഹുവിന് പുറമെ അമ്പിയാക്കൾക്ക് സ്വാലിഹീങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ തെളിവായിക്കൊണ്ട് ഏത് ആളുകൾ കൊണ്ടുവന്നാലും അതൊന്നും തന്നെ സ്വഹാബികൾ പഠിപ്പിച്ചിരിക്കുന്ന വിശ്വാസമല്ല. അവർ പറയും, വലൗ അന്നഹു അലാ ഇന്ന ഉലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാണ്. പക്ഷേ ഔലിയാക്കളോട് ദുആ ചെയ്യാമെന്നുള്ളതിനെ കൊണ്ടുവരുന്ന ആയത്താണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഭയവും ദുഃഖവുമില്ല. നഊദു ബില്ലാഹ്. അതിലെവിടെയാണ് അമ്പിയാക്കളോട് ദുആ ചെയ്യണമെന്ന്, സ്വാലിഹീങ്ങളോട് ദുആ ചെയ്യണമെന്ന്
ഇല്ല, കൃത്യമായി അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറയുന്ന നൂറുകണക്കിന് ആയാത്തുകൾ ഇവിടെ സ്പഷ്ടമായി കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള ആയാത്തുകൾ കൊണ്ടുവന്ന് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ആയത്തിന് ഒരിക്കലും സ്വഹാബികൾ അവരോട് വിളിച്ച് ദുആ ചെയ്യാനുള്ള ആയത്തുകളായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ഒരു പ്രയോഗമുണ്ട്. നമ്മുടെ നാടുകളിലുള്ള ചില ആളുകൾ, അഹ്ലുസുന്നയുടെ വിരോധികളായ ആളുകൾ, അവർ പറയുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ, ഇസ്തിഗാസ ചെയ്യാനുള്ള തെളിവായിട്ട് അവർ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർനാ. നിങ്ങൾ റാഇന എന്ന് പറയരുത്. റാഇന എന്ന് ജൂതന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കിക്കൊണ്ട് പറയുന്ന പ്രയോഗമാണ്. ഞങ്ങളെ ഒന്ന് പരിഗണിക്ക്, ഇങ്ങോട്ടൊന്ന് നോക്ക് എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു രീതി, ഒരു അർത്ഥം. എന്നാൽ ജൂതന്മാർ അതിനെ വ്യംഗ്യാർത്ഥത്തിൽ, മോശപ്പെട്ട അർത്ഥത്തിൽ പ്രയോഗിക്കലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിളിക്കരുത്. ഉൻദുർന വസ്മഉ, നബിയെ ഞങ്ങളൊന്ന് കേൾക്ക്, ഇവിടേക്കൊന്ന് നോക്ക് എന്ന് നിങ്ങൾ ആ ഭാഷയൊന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി. ഇതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്തുന്നതിന് തെളിവാണ് എന്നവർ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ അവർ കൊണ്ടുവരുന്ന ഏതേത് തെളിവുകളുണ്ടോ അത് സ്വഹാബികളുടെ ഫഹ്മിലേക്ക് തട്ടിച്ചു നോക്കിയാൽ അതിന് വിരുദ്ധമായിരിക്കും. സ്വഹാബികൾ മനസ്സിലാക്കിയതിന് വിരുദ്ധമായി കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഒരായത്തിനെയും മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് ഇതാണ് രണ്ടാമത്തെ ഖായിദ, രണ്ടാമത്തെ തത്വമാണത്. ഇതിൽ ധാരാളം തെളിവുകൾ. ഏത് ബിദ്അത്തിന്റെ കക്ഷികൾക്കും ഇതിലെന്തുണ്ട്? മറുപടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വജ്ഹിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ യദിനെ കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഇതിനെല്ലാം തന്നെ അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന ആളുകൾ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ നൽകും, അതിനെ തെറ്റായി വ്യാഖ്യാനിക്കും. എന്നാൽ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് രണ്ടാമത്തെ തത്വമായി എല്ലാവരും മനഃപ്പാഠമാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫുകളുടെ അല്ലെങ്കിൽ സ്വഹാബികളുടെ ഫഹ്മിനനുസരിച്ച് മാത്രം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ തത്വം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തെ അതിന്റെ ഒരു അടിസ്ഥാനം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഗൈബിയായ രീതിയിൽ വിശ്വാസങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. മുത്തഖീങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷതയായിക്കൊണ്ട് സൂറത്തുൽ ബഖറയിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, അവർ ഗൈബിയായ നിലയിൽ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരായിരിക്കും. അദൃശ്യമായ, അവരുടെ ബുദ്ധിക്ക് കാണാൻ സാധിക്കാത്ത, അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കൊണ്ട് അനുഭവിക്കാൻ സാധിക്കാത്തതായ കാര്യങ്ങളെ വിശ്വസിക്കുന്നവരായിരിക്കും മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ. ഒരു കാഫിറിനെയും മുഅ്മിനെയും വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണത് ഗൈബിയായി കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത്. കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂവെങ്കിൽ, കേട്ട അല്ലെങ്കിൽ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂവെങ്കിൽ കാഫിറും അവരും തമ്മിൽ വ്യത്യാസവുമില്ല. കണ്ട കാര്യം വിശ്വസിക്കാൻ ആർക്കാണ് പ്രയാസമുള്ളത്? ആർക്കും ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് ഗൈബിയായി അള്ളാഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. ഇതാണ് വിശ്വാസിയുടെ ഈ വിഷയത്തിലുള്ള ആധാരം. അതുകൊണ്ട് നാലാമത്തെ തത്വമായി ഉലമാക്കൾ പറയുന്നു, ഗൈബിയായ കാര്യങ്ങളിൽ നമ്മുടെ ബുദ്ധികളെ അതിന്റെ ഉള്ളിലേക്ക് ചൂഴ്ന്ന് കടത്താതിരിക്കുക എന്നുള്ളതാണ്. ധാരാളക്കണക്കിന് അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നതായ ആളുകൾ പിഴച്ചിരിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. അവർ ബുദ്ധിക്ക് അമിത പ്രാധാന്യം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്ന ആയാത്തുകളെ, അദില്ലത്തുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് ബുദ്ധി നൽകിയിരിക്കുന്നത്. അതിന് ചില പരിമിതികളുണ്ട്. എല്ലാം മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ അതിന് സാധിക്കുകയില്ല. അതിന് സാധിക്കുന്നതേ അതിന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗൈബിയായ കാര്യങ്ങളിൽ ബുദ്ധിക്ക് അമിത പ്രാധാന്യം കൊടുത്ത് അതിലേക്ക് ചൂഴ്ന്നിറങ്ങാതിരിക്കുക. യഅജൂജ് മഅജൂജിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയും, അത് നിഷേധിക്കുന്ന ആളുകളുണ്ട്, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ദജ്ജാലിനെ കുറിച്ച് പറയുമ്പോൾ, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ, നരകത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ സിഫാത്തുകളെ, അള്ളാഹുവിന്റെ അസ്മാകളെ നിഷേധിക്കുന്ന വ്യത്യസ്തങ്ങളായ പിഴച്ച കക്ഷികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യതിചലനം, അവർ ബുദ്ധിക്ക് അള്ളാഹുവിന്റെ കൗലിനേക്കാൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗലിനേക്കാൾ അമിത പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാനായ അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, അർശിനെ മേലെയായിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. ആളുകൾ പറയും,
എങ്ങനെയാണ് അള്ളാഹു അർശിന്റെ മേൽ ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിയിലേക്ക് ആവശ്യക്കാരനായി ബുദ്ധി പ്രയോഗിക്കുകയാണ് അവൻ. നഊദുബില്ല. അപ്പോൾ ഈ പറയുന്ന കുർസി നീക്കപ്പെട്ട, അർശ് നീക്കപ്പെട്ടാൽ നഊദുബില്ല അള്ളാഹു നിലത്ത് വീഴുമെന്ന് വരെയും പറയുന്ന ആളുകളുണ്ട്. ഇത് തീർത്തും കുഫർ സംഭവിക്കുന്ന, അള്ളാഹുവിനോടുള്ളതായ മര്യാദയ്ക്ക് വിരുദ്ധമായ കാര്യമാണ്. അള്ളാഹു അവനെ കുറിച്ച് ഏതേത് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുവോ, അവന്റെ മലക്കിനെ കുറിച്ച്, ജിന്നുകളെ കുറിച്ച് ചില ആളുകൾ പറയും. പ്രത്യേകിച്ച് ഇപ്പോ പല ധാരാളം സ്ഥലങ്ങളിൽ ചെറിയ കുട്ടികളെയും അധ്യാപകരെയും എല്ലാം വാർത്തെടുക്കാൻ മനഃശാസ്ത്രം പഠിച്ചിരിക്കുന്ന ചില ആളുകൾ പള്ളി മെമ്പറുകളിൽ വരെയും പ്രസംഗിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മദ്രസകളിൽ വന്നുകൊണ്ട് ഉസ്താദുമാർ ക്ലാസ് എടുക്കുന്നു മനഃശാസ്ത്രം പഠിപ്പിക്കാൻ, മനഃശാസ്ത്ര രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ. അവർ പറയും എന്താണ് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും. ഇത് കുഫാറുകൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. മലായിക്കത്ത് എന്ന് പറയുന്നത് അത് പോസിറ്റീവ് എനർജിയാണ്, ജിന്ന് ഷൈത്വാൻ എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ്. ഇങ്ങനത്തെ കുഫറുകൾ പള്ളി മെമ്പറുകൾ വരെയും പറയുന്നുണ്ട്. ബുദ്ധിക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ ചമച്ചുണ്ടാക്കിയിരിക്കുന്നതായ വ്യാഖ്യാനങ്ങളാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറയുന്ന ഏതേത് കാര്യങ്ങളാകട്ടെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച നിലയിൽ അതുണ്ട് എന്ന് വിശ്വസിക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ രീതിയാണ്. സ്വഹാബികൾ അങ്ങനെയാണ് ചെയ്തത്. താബിഉകളും തബഉ താബിഈങ്ങളും അടങ്ങുന്ന സലഫു സ്വാലിഹീങ്ങൾ അഇമ്മത്തുകൾ ചെയ്ത മാർഗ്ഗം അതാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് ഇവിടെ പല രീതിയിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ വജ്ഹിനെ കുറിച്ച്, യദിനെ കുറിച്ച്, ഇതിലെല്ലാം തന്നെ എന്താണോ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്ത് ഉള്ള കാര്യങ്ങൾ, ഗൈബിയായ കാര്യങ്ങൾ, അവിടെ അതിനെ മനസ്സിലാക്കാൻ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള കാരണത്താൽ തള്ളിക്കളയുക എന്നുള്ളത് അത് അഹ്ലുസുന്നയുടെ രീതിയല്ല. അഹ്ലുസുന്നയിൽ വ്യതിചരിച്ചിരിക്കുന്ന ധാരാളം ആളുകൾ ഒരു കാര്യത്തിലും അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ 4 ഖായിദകൾ ഏത് മനുഷ്യൻ പഠിച്ചു വെക്കുന്നുവോ അവന് ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഒന്ന്, തൗഹീദുമായി ബന്ധപ്പെട്ട ഏത് തെളിവുകളുണ്ടോ അത് സുവ്യക്തമാണ്, ആശയക്കുഴപ്പങ്ങളില്ലാത്തതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ അഖീദകൾ ക്രോഡീകരിച്ചിരിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മാത്രമാണ്. അങ്ങനെ ചെയ്തവർ അഹ്ലുസുന്ന മാത്രമേ ഉള്ളൂ. ഖുർആനിനെയും സുന്നത്തിനെയും അതിന്റെ ദലീലുകളെ, തെളിവുകളെ മനസ്സിലാക്കുന്നത് സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മാത്രമാണ്. ഇതും അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രം ചെയ്യുന്ന കാര്യമാണ്. ഗൈബിയായ, അദൃശ്യമായ കാര്യങ്ങളിൽ ബുദ്ധിക്ക് അമിത പ്രാധാന്യം കൊടുത്തതിൽ ഇടപെടാതിരിക്കുക, ഇതാണ് 4ാമത്തെ ഖായിദ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമുക്ക് അഖീദ ശരിപ്പെടുത്താൻ സാധിക്കും. ബിദ്അഈകളുടെ ആശയക്കുഴപ്പങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി, പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഇവർക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മജ്ലിസുൽ ഇൽമിന്, ദിക്റിന്റെ ഹൽഖ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതേത് പ്രതിഫലങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ കമാ റബ്ബൗനാ സിഗാറാ. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين.